ഡിഷു ഡിഷു വാ. മോനെ അതൊന്നും തട്ടിമറിച്ചിടാതെ. കണ്ണാ, അമ്മ പറയുന്നത് കേൾക്ക്. കണ്ണാ, വേണ്ട, ഓടരുത്. കണ്ണാ, അവിടെ നിക്ക്. ഞാൻ നിൽക്കൂല. നല്ല കുട്ടിയല്ലേ കണ്ണാ, ഇനി ഇത് കഴിക്കാം. വാ തുറക്ക് കണ്ണാ. എനിക്ക് വേണ്ട. ഇനി 4 ഉരുളയും കൂടിയേ ബാക്കിയുള്ളൂ. കഴിക്കുക കണ്ണാ, വാ തുറക്ക്. ആ ആ ഇനി 2 ഉരുളയും കൂടെ ബാക്കിയുള്ളൂ. ഇതും കൂടി കഴിക്കാം. എനിക്ക് മീൻകറി വേണം. നാളെ ആവട്ടെ, കണ്ണന് അമ്മ മീൻകറി വെച്ച് തരാം. ഇന്നിത് കഴിക്കും. ആ ആ മിടുക്കൻ. മതിയോ? ഇനി വായ കഴുകി കണ്ണൻ പോയി കിടക്ക്. അമ്മ ഇപ്പൊ വരാട്ടോ. അമ്മ എവിടെയാ? അമ്മേ. എന്താ കണ്ണാ? എന്തു പറ്റി കണ്ണാ? ഉറക്കം വരണില്ലേ? എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്ന? അമ്മ ഇല്ലേ കണ്ണന്റെ കൂടെ? എനിക്കൊരു കഥ പറഞ്ഞു തരുവോ? ഓ, പിന്നെന്താ. കണ്ണന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥ അറിയോ? എനിക്ക് അച്ഛന്റെ കഥ മതി. ഒരുപാട് കേട്ടതല്ലേ കണ്ണാ അത്? എനിക്ക് ആ കഥ തന്നെ മതി. ശരി. അങ്ങ് ദൂരെ ദൂരെ മഹാദേവപുരത്ത് ഒരു രാജാവുണ്ടായിരുന്നു, വാസുദേവ മഹാരാജാവ്. വളരെ നന്മയുള്ള രാജാവായിരുന്നു അദ്ദേഹം. സസ്വഭാവിയും സുന്ദരനുമായ ആ രാജാവിനെ ജനങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. രാജാവിന്റെ മുഖം എങ്ങനെയാ? രാജാവിന് ഒരു ചിരിക്കുന്ന മുഖമുണ്ടായിരുന്നു. സുന്ദരമായ മുഖം, കണ്ണനെ പോലെ. അങ്ങനെ വീരനും ശൂരനുമായ രാജാവ് നായാട്ടിന് പോയി. 2 രാവും 3 പകലും അലഞ്ഞു തിരിഞ്ഞിട്ടും രാജാവിന് ഒരു ഇരയെപ്പോലും കിട്ടിയില്ല. വിഷമിച്ച് രാജാവ് തിരികെ പുറപ്പെടാൻ തുടങ്ങുമ്പോൾ അങ്ങ് ദൂരെ നിന്നൊരു കരച്ചിൽ കേട്ടു. ഒരു ഒറ്റപ്പെട്ട കുടിൽ നിന്നായിരുന്നു ആ കരച്ചിൽ. രാജാവ് കാര്യമന്വേഷിച്ച് ചെന്നപ്പോ കണ്ടതെന്താണെന്നറിയോ കണ്ണന്? എനിക്കെങ്ങനെ അറിയാം? ഒരു സുന്ദരിയായ പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു കുടിലിരുന്ന് കരയണു. അമ്മയെപ്പോലെ സുന്ദരിയാണോ? അമ്മയെപ്പോലെ സുന്ദരി. ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ആ സുന്ദരിയുടെ അടുത്ത് ചെന്ന് രാജാവ് പറഞ്ഞു, ഞാൻ മഹാദേവപുരത്തെ രാജാവ് വാസുദേവൻ, നിന്നെ എൻ്റെ രാജ്ഞിയാക്കാൻ കൊണ്ടുപോകട്ടെ. ഇത് കേട്ട പെൺകുട്ടി രാജാവിൻ്റെ കാൽക്കൽ വീണു. രാജാവിന് സന്തോഷമായി. രാജാവും സുന്ദരിയും കൂടെ കുതിരപ്പുറത്ത് മഹാദേവപുരം കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ചെന്ന് രാജാവ് എല്ലാവരോടുമായി പറഞ്ഞു, ഇതാണ് എൻ്റെ രാജ്ഞി. രാജാവിൻ്റെ കൂടെയുണ്ടായിരുന്ന സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട് എല്ലാവർക്കും സന്തോഷമായി. രാജാവിൻ്റെ അമ്മ മഹാറാണി പുതിയ രാജ്ഞിയെയും കൂട്ടി കൊട്ടാരത്തിനകത്തേക്ക് പോയി. അന്നേക്ക് 11-ാം നാൾ രാജാവും രാജ്ഞിയും വിവാഹം കഴിച്ചു. എന്നിട്ട് കണ്ണൻ ഉറക്കം വരണില്ലേ? ഇല്ല, എനിക്ക് കഥ കേട്ടാ മതി. കഥയുടെ നല്ല ഭാഗം കഴിഞ്ഞു പോയല്ലോ കണ്ണാ. ഇനി കണ്ണന് വിഷമാവും. സാരമില്ല. എന്നാ ശരി. പക്ഷേ കഥ കഴിയുമ്പോൾ കണ്ണൻ ഉറങ്ങണം. അങ്ങനെ രാജാവും രാജ്ഞിയും രാജകൊട്ടാരത്തിൽ സുഖമായി കഴിഞ്ഞു. 1 വർഷത്തിനു ശേഷം അവർക്കൊരു സന്തോഷ വാർത്തയുണ്ടായി. രാജാവിനും രാജ്ഞിക്കും ഒരു കുഞ്ഞു ജനിക്കാൻ പോണു. ഈ വാർത്ത കേട്ട് ജനങ്ങളെല്ലാം ആഘോഷിക്കാൻ തുടങ്ങി.
പക്ഷേ ഒരാൾക്ക് മാത്രം ഈ വാർത്ത ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതാരാ? രാജാവിൻ്റെ അനുജൻ. രാജാവിനൊരു കുഞ്ഞ് ജനിച്ചാൽ രാജ്യവും സ്വത്തും എല്ലാം നഷ്ടപ്പെടുമെന്ന് ആ ദുഷ്ടനായ അനുജൻ മനസ്സിലാക്കി. ഓ, എന്നിട്ട് എല്ലാവരും ആഘോഷിക്കുന്ന നേരത്ത് ആ ദുഷ്ടനായ അനുജൻ ഗർഭിണിയായ രാജ്ഞിയെ വധിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബുദ്ധിമാനായ രാജാവ് അത് കണ്ടുപിടിച്ചു. അപ്പൊ അനുജൻ എന്ത് ചെയ്തു? അനുജൻ വാളൂരി രാജാവിനെയും വധിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാജാവ് വിട്ടുകൊടുക്കൂ. രാജാവ് വാളെടുത്തു യുദ്ധം ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവസാനം രാജാവിൻ്റെ അനുജൻ രാജാവിനെ കീഴ്പ്പെടുത്തി. അനുജന്റെ വാളുകൊണ്ട് രാജാവിൻ്റെ വാള് മുറിഞ്ഞുപോയി. എന്നിട്ട് അനുജൻ തൻ്റെ വാളൂരി രാജാവിൻ്റെ നെഞ്ചിലേക്ക് തറച്ചു കയറ്റി രാജാവിനെ കൊന്നു. കണ്ണന് പേടിയാവുന്നുണ്ടോ? അധികാരം ലഭിച്ച അനുജൻ ഗർഭിണിയായ രാജ്ഞിയെ കൊട്ടാരത്തിലെ തുറുങ്കിലടച്ചു. 9 മാസം രാജ്ഞി ആ ഇരുട്ടുമൂടിയ തുറുങ്കിൽ കിടന്നു വയറ്റിലെ കുഞ്ഞുമായി. ഒരു ദിവസം രാജ്ഞി വേദന സഹിക്കാൻ വയ്യാതെ കരയാൻ തുടങ്ങി. ആരും സഹായിക്കാൻ വന്നില്ല. ഒരുപാട് വേദന സഹിച്ച് കരഞ്ഞ് കരഞ്ഞ് രാത്രി മുഴുവൻ രാജ്ഞി ഒടുവിൽ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. പിറന്നു വീണ കുഞ്ഞ് കരയാൻ തുടങ്ങി. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കൊട്ടാരം മുഴുവൻ മുഴങ്ങിക്കേട്ടു. ആ ശബ്ദം ഉറങ്ങിക്കിടന്നിരുന്ന മഹാറാണിയുടെ ചെവിയിലുമെത്തി. വാസുദേവ മഹാരാജാവിൻ്റെ കുഞ്ഞ്, തൻ്റെ മകൻ്റെ കുഞ്ഞ് ജനിച്ച വിവരമറിഞ്ഞ മഹാറാണി ഒറ്റയ്ക്ക് വേറെ ആരും അറിയാതെ രാജ്ഞിയെ അടച്ചിരുന്ന തുറുങ്കിലേക്ക് ചെന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന കുഞ്ഞിനെയും രാജ്ഞിയെയും കണ്ട് മഹാറാണിക്ക് വിഷമമായി. ആ പിഞ്ചു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് മഹാറാണി പറഞ്ഞു, നീയും ഈ കുഞ്ഞും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇത് കേട്ട് രാജ്ഞിക്ക് വിശ്വസിക്കാനായില്ല. മഹാറാണി തൻ്റെ മടിയിൽ നിന്നും 22 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ കിഴിയെടുത്ത് രാജ്ഞിക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, തെക്കുഭാഗത്ത് 222 യോജന അകലെ ഒരു കുടിലുണ്ട്. അവിടെ നീയും കുട്ടിയും സ്വസ്ഥമായി ജീവിക്കുക. 22 വർഷം കഴിഞ്ഞാൽ കുട്ടിയെയും കൊണ്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരിക. അതെന്തിനാ? അതോ പ്രായപൂർത്തിയായിട്ട് ശക്തിയൊക്കെ നേടി രാജകുമാരന് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു പിടിക്കാൻ. അങ്ങനെ ഇത് കേട്ട രാജ്ഞി തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മഹാറാണി കാണിച്ചു കൊടുത്ത വഴിയിലൂടെ രക്ഷപ്പെട്ടു. പക്ഷേ ദുഷ്ടനായ അനുജൻ ഇതറിഞ്ഞു. രാജ്ഞിയെയും കുഞ്ഞിനെയും പിടിക്കാൻ വേണ്ടി 100 പടയാളികളെ കുതിരപ്പുറത്തയച്ചു. ഇതൊന്നും അറിയാതെ രാജ്ഞി കുഞ്ഞിനെയും കൊണ്ട് ദൂരെയുള്ള കുടിലന്വേഷിച്ച് നടന്നു. 10 നാള് പടയാളികൾ അന്വേഷിച്ചിട്ടും രാജ്ഞിയെയും കുഞ്ഞിനെയും കണ്ടുപിടിക്കാനായില്ല. രാത്രിയും പകലും രാജ്ഞി കുഞ്ഞിനെയും കൊണ്ട് നടന്നു. പുഴയിൽ നിന്നും വെള്ളം കുടിച്ചും മരങ്ങളിൽ നിന്നും പഴങ്ങൾ കഴിച്ചും രാജ്ഞി വിശപ്പും ദാഹവും അകറ്റി. കുഞ്ഞ് വിശന്ന് കരഞ്ഞപ്പോൾ രാജ്ഞി പാല് കൊടുത്തു. അങ്ങനെ 22 രാത്രിയും 21 പകലും രാജ്ഞി
അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഒടുവിൽ അരികെ രാജ്ഞി ആ കുടില് കണ്ടു. രാജ്ഞി അതിനകത്ത് പ്രവേശിച്ച് തളർന്നു വീണു. പിന്നെ അതിനകത്ത് വിശ്രമിച്ചു. എന്നിട്ട് എന്തു പറ്റി? രാജ്ഞിയും കുഞ്ഞും അവിടെ സ്വസ്ഥമായി ജീവിച്ചു. ആരും അറിയാതെ ഒളിവിൽ താമസം തുടങ്ങി. രാജ്ഞിന്റെ കുഞ്ഞിന് പേരില്ലേ? പെണ്ണില്ലേ? കുഞ്ഞിന്റെ പേരല്ലേ കണ്ണൻ. ഈ കണ്ണനോ? ആ, ഈ കണ്ണൻ തന്നെ. കണ്ണനച്ഛൻ രാജാവാ? അതെ. അപ്പ കണ്ണനോ? കണ്ണൻ രാജകുമാരൻ. രാജകുമാരന് ഉറക്കം വരണില്ലേ? ഉണ്ട്. എന്നാ ഓർമ്മിക്കും.